ഞാൻ ബോസിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ വന്നേക്ക്. അവര് പറയുന്നതായിട്ട് നീ ഫീൽ ചെയ്യണ്ട. വെൽക്കം സാർ, വെൽക്കം വെൽക്കം. രാജു സാർ, നമ്മുടെ മാർക്കറ്റിംഗ് കിങ് കോങ് എത്തി. ബൾക്കായിട്ട് ഫ്രൂട്ട്സ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. സാറെ ചെക്കിങ് തന്നേക്ക്. അതല്ല സാർ, ഒരു ചെറിയ പ്രോബ്ലം. എന്താ, ചെക്കിൽ സൈൻ ഇല്ലേ? പക്ഷെ അവൻ നിന്നോട് 7 മണിക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, ആ ഓഫീസിൽ നിന്ന് വേറെ ഓഫീസിലേക്ക്, അങ്ങനെയൊന്നും കാണിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ? സാർ ഇപ്പൊ എന്താ പറഞ്ഞ? വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, അവിടുന്ന് വേറെ ഓഫീസിലേക്ക്. ഇതിനു മുമ്പ് ഫോൺ ചെയ്ത് രാവിലെ 7 മണിക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ. അപ്പൊ മനസ്സിലായില്ല, പക്ഷെ ഇപ്പൊ മനസ്സിലായി. ഗുഡ് ഈവനിങ് എവരിബഡി. ഇന്ന് അവിനാഷ് സാറിന്റെ പിതാവായ മോഹൻ റോയ് സാറിന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്. ഈ അവസരത്തിൽ മോഹൻ റോയ് സാറിന്റെ ഓർമ്മയ്ക്കായി അവിനാഷ് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മിസ്റ്റർ മുകേഷ്, കമോൺ ഓൺ ദ ഡയാസ്. മിസ്റ്റർ ഗണപതി സാർ, വരൂ. സാർ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് സാർ. നിങ്ങളുടെ അച്ഛനെ കൊണ്ട് കഴിയാതെ പോയത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. സ്വർണ്ണഭൂമി വെഞ്ചറിൽ 2000 സ്ക്വയർ ഫീറ്റ് ഞങ്ങൾക്ക് തന്നിരിക്കുക. ഞങ്ങളുടെ തന്നെയാ. സ്വർണ്ണഭൂമി വെഞ്ചേഴ്സ് ഞങ്ങളുടെയാണ്. സാർ, നിങ്ങൾക്ക് പാർസൽ വന്നിരിക്കുന്നു. എനിക്കോ? യെസ്. ഹലോ. ഹേയ്, ഇപ്പൊ നിന്റെ കയ്യിൽ ഒരു പാർസൽ ഉണ്ടാവില്ലേ? എന്താ ഇത്? അവിനാഷിന്റെ അച്ഛന്റെ ദിവസത്തിന്റെ അന്ന് എല്ലാവർക്കും നീ തന്നെ ഇത് കൊടുക്കണം. തമാശ പറയാൻ വേറെ സമയമൊന്നും കിട്ടില്ലേ? എനിക്ക് സമയമില്ലടാ. എടാ നിക്കടാ, ഇത് ജോക്കല്ല. ഞാൻ നിനക്ക് തരുന്ന സ്ട്രോക്കാ. നിന്റെ ഭാര്യ പറഞ്ഞോണ്ട് കേക്ക്. എന്റെ ഭാര്യയോ? എന്താ ചേട്ടാ? കവിത, എന്നോട് എന്താ പറയാഞ്ഞേ? നിങ്ങൾ കപിലിന് ഏതോ സൈറ്റ് വാങ്ങാൻ ഓഫർ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. ആ ഓഫറിൽ അവൻ കവിത, ഞാൻ പറയുന്നത് കേക്ക്. അവൻ വെറുതെ. സാറേ, ഇപ്പോഴാണ് വണ്ടർല കഴിഞ്ഞിരിക്കുന്നത്. സാറേ, നിങ്ങളുടെ വൈഫ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. സാറേ, കവറ് മറക്കരുതേ, കവറ്. ഡിയർ ഫ്രണ്ട്സ്, ജീവിതം എന്ന അച്ഛനു വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെൽട്ടർ തരാൻ ആഗ്രഹിച്ച അവിനാഷ്, ഹാറ്റ്സ് ഓഫ് ടു യു സർ. ഹാറ്റ്സ് ഓഫ് ടു യു. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ്. അവിനാഷിന്റെ അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും 2 minutes പ്രാർത്ഥിക്കാം. ഇരുന്നോളൂ, ഇരുന്നോളൂ. താങ്ക് യു. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം അവിനാശാണ്. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പ്ലോട്ട്സ്, അതിനുവേണ്ടിയുള്ള ചെക്കിന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഓട്ടോഗ്രാഫ് ചെയ്യേ സാർ. ചെയ്തില്ലെങ്കിൽ ശ്യാം സാറിന്റെ ഫാമിലി, പിന്നെ നിന്റെ ഗൗരവം എല്ലാം പോവും. ആലോചിക്ക് സാർ. പെട്ടെന്നിട് സാർ, പെട്ടെന്നാവട്ടെ. ഞാൻ ശരിക്കും നിന്നെ പോലെ സെൽഫിഷായ മനുഷ്യനല്ല. മരിച്ചുപോയ നിന്റെ അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ 2 മിനിറ്റ് പ്രേ ചെയ്തു. പക്ഷെ നീ ജീവനോടുള്ളവർക്ക് പോലും മര്യാദ കൊടുക്കുന്നു. എന്താ പറഞ്ഞ? നിനക്ക് നിന്നെക്കാളും നിന്റെ ഈഗോനെയാണ് ഇഷ്ടം. എടാ, ഈഗോ ഉള്ളവർക്ക് അകത്ത് ഇൻപ്രിയോറിറ്റി, ഇൻസെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. എനിക്ക് ആ പ്രോബ്ലം ഒന്നും ഇല്ലടാ. എന്താണെന്നറിയോ? എനിക്ക് എന്നോട് എത്ര കോൺഫിഡൻസ് ഉണ്ടെന്ന് അത് നിനക്ക് പോലും ഗസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ജെറോക്സ് തരാം, അത് മടക്കി പോക്കറ്റിൽ എടുത്തു വെച്ചോ. നീ തുറന്ന് നോക്കുമ്പോഴൊക്കെ നിനക്ക് എന്റെ ഓർമ്മയായിരിക്കും. വരട്ടെ. കപിൽ, എന്റെ ഫാമിലി ഓൾറെഡി നിന്റെ വീട്ടിലുണ്ടടാ, ഒന്നിനും കൊള്ളാത്തവനെ. താങ്ക് യു. വെൽ ഡൺ കപിൽ. താങ്ക് യു. സോറിടാ, നിന്നെ ഞാൻ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. സർ, ഞാനാ സാറിന് സോറി പറയേണ്ടത്. സാർ എത്ര കഷ്ടപ്പെട്ട് ഈ ജോലിയിൽ വന്നതെന്ന് ഈ ജോലിയിൽ ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹാറ്റ്സ് ഓഫ് ടു യു സർ. താങ്ക് യു. എന്താടാ, നിനക്കൊന്നും പറയാൻ തോന്നുന്നില്ലേ? സാർ, ഈവൻ ഐ വാണ്ട് ബിക്കം എ എന്റർപ്രണർ. അതെ അതെ, നിനക്ക് ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ഒന്ന് മാറിക്ക്. എപ്പോഴാ കല്യാണം? വീട്ടില് പെണ്ണ് നോക്കുന്നുണ്ട്, അതിനുശേഷം. ഞാൻ നിന്നോടല്ല ചോദിച്ചത്. എന്നോട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. കിട്ടിയാ ഞാൻ